നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. സ്ഥാനാർത്ഥിയാകാൻ അർഹതയുള്ള നിരവധി പേരുണ്ടെന്നും എല്ലാ പേരുകളും പരിഗണിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അനുമതിയോടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മട്ടന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെപിസിസി പ്രസിഡന്റ്. UDF സുശക്തമാണ്. തെരഞ്ഞെടുപ്പ് സാഹചര്യമുണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് മുന്നൊരുക്കം നടത്തി. സ്ഥാനാർത്ഥിയാകാൻ അർഹതയുള്ള നിരവധി പേരുണ്ട്. എല്ലാ പേരുകളും പരിഗണിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അനുമതിയോടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവറിന്റെ റോൾ എന്തായിരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അൻവറിനെ കൂടുതൽ സഹായിക്കാനാകുമെന്നും പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് UDFനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രഖ്യാപിച്ച അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥി എത്രയും വേഗത്തിൽ ഞങ്ങൾ എല്ലാവരും പല സ്ഥലത്താണ്. എല്ലാവരും തമ്മിലൊരു ആശയവിനിമയത്തിൻ്റെ ആവശ്യമുണ്ട്. അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അനുമതിയാണ്. അവരാണ് അനുമതി അന്തിമമായി തരേണ്ടത്. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ തീർത്താലും എത്രയും പെട്ടെന്ന്. ചർച്ചകളൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് കുറേ നടന്നതുകൊണ്ട് ഒരു അന്തിമ ധാരണ ആയിട്ടുണ്ട്. ഫൈനലായിട്ടില്ല. രണ്ട് പേരുകളിലേക്ക് ചർച്ചകൾ വന്നു. അർഹതയുള്ള നിരവധി പേരുകൾ അതൊന്ന് ഫൈനലായിട്ടില്ല. TV അൻവറിന്റെ റോൾ എന്തായിരിക്കും? UDFുമായി കൈകോർക്കുമ്പോൾ TV അൻവറിന്റെ റോൾ എന്തായിരിക്കും? അൻവറിന് നല്ല പ്രധാനപ്പെട്ട റോള് തന്നെയാണ്. അവിടുത്തെ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചാലാണ് നല്ല രാഷ്ട്രീയ വിശ്വാസം. അദ്ദേഹത്തിന് കൂടുതലായിട്ട് UDFനെ സഹായിക്കാൻ സാധിക്കും. ജനങ്ങളുമായിട്ട് നല്ല ബന്ധം. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.